സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ അംഗത്വത്തിന് കോൺഗ്രസ് പിന്തുണ തേടിയെന്ന വാർത്തകൾ തെറ്റെന്ന് എസ് രാമചന്ദ്രൻ പിള്ള. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ കോൺഗ്രസ് പിന്തുണ തേടേണ്ട ആവശ്യമില്ലെന്നും SRP പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. സുരജ്, ഈ ഓഗസ്റ്റിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കുകയാണ്. വീണ്ടും രാജ്യസഭയിലേക്ക് എത്താൻ അദ്ദേഹത്തെ പാർട്ടി ശ്രമിക്കുന്നു എന്ന വാർത്തകളായിരുന്നു ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതാണ് ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനരഹിതം എന്ന് CPM വ്യക്തമാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് രാജ്യസഭാ അംഗമാകാൻ കോൺഗ്രസ് പിന്തുണ നേടേണ്ട ആവശ്യമില്ല എന്നും അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നും പാർട്ടി അറിയിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണവും വ്യക്തതയും പാർട്ടി വരുത്തിയതാണ്. പലപ്പോഴും ഈ കോൺഗ്രസുമായുള്ള ബാന്ധവം സംബന്ധിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നപ്പോഴൊക്കെ അത് പൂർണ്ണമായും പാർട്ടി നിരാകരിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യസഭാ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു പുതിയ വിവാദം ഉടലെടുത്ത്. എന്നാലും പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. ഇക്കാര്യത്തിൽ ഈ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം SRP നൽകുകയുണ്ടായോ സന്തോഷ്? സുരാജ്, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ രാഷ്ട്രപതി സ്ഥാനം സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദമായി ചർച്ച ചെയ്തിരുന്നു. നിലവിൽ BJPക്കെതിരെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി രാഷ്ട്രപതി ആകുന്നതിനെ എതിർക്കാൻ എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് എതിർക്കാൻ സമാന മനസ്ഥിതിയുള്ള പാർട്ടികളുമായി, പ്രതിപക്ഷ പാർട്ടികളുമായി യോജിക്കുക. പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രപതിയാക്കാൻ നിർദ്ദേശിച്ചാൽ അത് പാർട്ടി പിന്തുണയ്ക്കും. അതാണ് പാർട്ടിയുടെ നിലപാട്. കാരണം ഒരു സംഘപരിവാർ നോമിനി രാഷ്ട്രപതിയാകുന്നതിനെ എതിർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സീതാറാം യെച്ചൂരി ചർച്ച നടത്തിയിരുന്ന ഈ വിഷയം. അതിനുശേഷം JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പാർട്ടി നേതാക്കളുമായി സോണിയാഗാന്ധിയും അടക്കമുള്ളവരുമായി ചർച്ച ചെയ്തു. ആ ചർച്ചകളൊക്കെ ഡൽഹിയിൽ പുരോഗമിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതു സ്ഥാനാർത്ഥിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക എന്നത് തന്നെയാണ് നിലപാട്. കാരണം BJPക്കും NDAക്കും ഇപ്പോൾ ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ നിശ്ചയിക്കാനാകില്ല. അക്കാര്യത്തിൽ ചെറിയ വോട്ടുകളുടെ കുറവുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും NDA സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രപതിയാവുക എളുപ്പമാകില്ല. വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. മൂന്നാറിൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. ഒഴിപ്പിക്കലിന് JCB ആവശ്യമില്ല. മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിച്ചെന്ന വാർത്ത തെറ്റെന്നും കാനം പറഞ്ഞു. പാപ്പാത്തിച്ചോലയിൽ കുരിശ് സ്ഥാപിച്ച സംഭവത്തിൽ 2 സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകർ കസ്റ്റഡിയിലായി. മൂന്നാറിൽ നിയമപരമായ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ശാസിച്ചുവെന്ന വാർത്ത തെറ്റാണെന്നും കയ്യേറ്റം ഒഴിപ്പിക്കാൻ JCB വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും കാനം പറഞ്ഞു. പാപ്പാത്തിച്ചോലയിൽ നേരത്തെ കുരിശ് ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കുരിശ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ ആ കുരിശ് അപ്രത്യക്ഷമായി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. രാവിലെ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം SP നേരിട്ട് തന്നെ ഈ പിടിയിലായ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകരാണ് പിടിയിലായത് എന്നാണ് സംശയം. ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കാനം രാജേന്ദ്രൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കാനം എന്താണ് വിശദീകരിച്ചത്? ഷീജ. സുരരാജ്, പ്രധാനമായും മൂന്നാർ കയ്യേറ്റത്തിന്റെ വിഷയങ്ങളിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. മൂന്നാർ ദൗത്യം അവസാനിച്ചിട്ടില്ല. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ അത് തുടരുന്നതായിരിക്കും. നിയമപരമായി തന്നെ അത് തുടരും എന്ന് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഒഴിപ്പിക്കാൻ JCB വേണ്ട, ഒഴിപ്പിക്കാൻ നിശ്ചയദാർഢ്യം മതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ, മൂന്നാറുമായി ബന്ധപ്പെട്ട് നടന്ന മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും
ശാസിച്ചു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതെല്ലാം തെറ്റായി പ്രചരിപ്പിക്കുന്നവയാണ്. അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്തരം മാധ്യമ വാർത്തകൾ എല്ലാം തന്നെ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ CPI-CPIM നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത് വാർത്തയാക്കിയ അല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രത്യേകിച്ചും എല്ലാ ദിവസങ്ങളിലും ഭൂരിഭാഗം ദിവസങ്ങളിലും ഇത്തരത്തിൽ CPI-CPIM നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം നടത്തി, ഇന്നും നടത്തി, നാളെ നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ അത്തരത്തിൽ ഒരു വാർത്തയാക്കേണ്ട കാര്യം ഇല്ലെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. മൂന്നാറിൽ കുരിശ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് കയ്യേറ്റത്തിന്റെ കുരിശാണ് പൊളിച്ചതെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ഇത്തരത്തിൽ കുരിശ് നീക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നുള്ളത് ഒരു പൂമെറ്റയിലൂടെയുള്ള നടത്തമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഒരു ബാധ്യത അത് LDF സർക്കാരിനാണുള്ളത്. അത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കരുതുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ശരി, STJ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കാനത്തിന്റെ വാക്കുകൾ കേൾക്കാം. JCB ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB എല്ലാവരും ഒഴിപ്പിക്കാം. ഏതാ അപ്രധാനമായത്? റവന്യൂ മന്ത്രി നേരത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതേ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ശാസിക്കുന്ന സ്ഥിതിയാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടില്ല. അല്ല, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എല്ലാം ശരിയായിരിക്കണമെന്നില്ല. കേൾക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. തുടരും. നിയമപരമായി സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിട്ടുള്ളത് വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ആര് പറഞ്ഞു? ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഏഷ്യാനെറ്റ് തെറ്റായിട്ട് കൊടുത്ത വാർത്തയാണ്. അല്ല, സ്വാഭാവികമായിട്ടും CPIയുടെയും CPMൻ്റെയും നേതാക്കന്മാർ കൂടി കാണുന്നതോ സംസാരിക്കുന്നതോ വാർത്തയാക്കേണ്ട കാര്യമില്ല. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ. ഇന്നലെയും ചെയ്തു, ഇനി നാളെയും ചെയ്യും. ഇപ്പോൾ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അസംബ്ലി പാർട്ടി മാത്രമല്ലേ? 13-ാം തീയതിയാണ് പാർട്ടി കളിയാണ്. 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുക. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിൽ വൈകിട്ട് 3-നാണ് യോഗം. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന യോഗത്തിൽ SIമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചർച്ചയാവുന്ന യോഗത്തിൽ സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലും യോഗം നടക്കും. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ നിർത്താനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകൾ ദില്ലിയിൽ സജീവമാകുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രാഥമിക ചർച്ചകൾ നടത്തി. സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. ജൂലൈ 25-ന് രാഷ്ട്രപതിയായുള്ള പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾ സജീവമാകുന്നത്. BJP നേതൃത്വം നൽകുന്ന NDAക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ബലം കുറവ്. ഈ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഇരു മുന്നണികളിലുമില്ലാത്ത CPIM അടക്കമുള്ള ഇടതുപാർട്ടികൾ, BSP, സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങിയവരുടെ പിന്തുണ നിർണായകം. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടക്കമിട്ട് കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധി സംസാരിച്ചു. പൊതുസമ്മതനെ നിർത്തിയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടിലാണ് CPIM.
JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും സോണിയാഗാന്ധിയെ കണ്ടു. രാജ്യസഭാ അംഗം ശരത് യാദവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയാണ് നിതീഷ് കുമാറിനുള്ളത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും പലരെയും ഉയർത്തിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്തണം. ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. RSS നേതാവ് മോഹൻ ഭഗവത് അടക്കമുള്ളവരുടെ പേരുകൾ വിവിധ സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതുസമ്മതനെ നിർത്തിയാൽ NDAയുടെ രാഷ്ട്രപതി നീക്കങ്ങൾക്ക് അത് തടസ്സമാകും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. വരൾച്ചയിൽ ഇല്ലാതാവുകയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനടപ്പുഴയാണ് വരൾച്ചയിൽ വറ്റി വരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനടപ്പുഴയാണ് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ. ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി MK മുനീറിനെ തെരഞ്ഞെടുത്തു. മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി KT സ്വാലിഹ് തത്സമയം ചേരുന്നു മലപ്പുറത്ത് നിന്നും. സ്വാലിഹ്, പറയൂ. സുരരാജ, രാവിലെ 9 മണിക്കാണ് യോഗം ആരംഭിച്ചത്. തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കളും ET മുഹമ്മദ് ബഷീർ, KPA മജീദ്, PV അബ്ദുൽ വഹാബ് MP, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു. പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ MLA-മാരെയും ഒറ്റയ്ക്ക് വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം തേടുകയുണ്ടായി ഹൈദരലി തങ്ങൾ. അതിനുശേഷമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് കൂടിയായ MK മുനീറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഡെപ്യൂട്ടി ലീഡറായി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെയും യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിയമസഭാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി TA അഹമ്മദ് കബീർ തുടരും. വിപ്പായി അഡ്വക്കേറ്റ് M ഉമ്മറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ട്രഷററായി KM ഷാജി തന്നെ തുടരും. ഇത്രയാണ് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കമ്മിറ്റി. അടുത്ത 27-ന് ശേഷമായിരിക്കും PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ നിന്ന് MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കുക എന്നാണ് അല്പസമയം മുമ്പ് അറിയിച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം രാജിവെക്കാമെന്ന ഒരു പൊതു തീരുമാനമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്ന 13-ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരാനും ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സുരരാജ്. ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്നും. അന്തർദേശീയ ശബ്ദ മലിനീകരണ അവബോധ ദിനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സൈക്കിൾ പ്രചാരണ യാത്ര നടന്നു. ഏപ്രിൽ 26 ഹോൺ വിമുക്ത ദിനമായാണ് ഇത്തവണ ആചരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച വാഹന പ്രചാരണ യാത്ര മാനവീയം വീഥിയിൽ നിന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. IMA ഭാരവാഹികളും പ്രചാരണ യാത്രയിൽ പങ്കെടുത്തു. വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പന്തളം ചിറ്റിലപ്പാടത്ത് കർഷകർ. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. സ്വർണവും വീടും സ്ഥലവുമെല്ലാം പണയപ്പെടുത്തിയും കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്തുമാണ് ചിറ്റിലപ്പാടത്തെ കർഷകർ കൃഷിയിറക്കിയത്. എന്നാൽ വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ മാത്രം കർഷകർക്ക് സാധിക്കുന്നില്ല. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. കൃഷിഭവനിൽ നിന്നും
മുനിസിപ്പാലിറ്റിയിൽ നിന്നെല്ലാം ആൾ വന്ന് കാണുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. കച്ചിയും ഓലയും ഒക്കെ ഇട്ട പാടത്ത് കൊയ്ത്തേന്ത്രം ഇറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പാടത്തെ വെള്ളം വറ്റുന്നതുവരെ കാത്തിരുന്നാൽ കതിരുകളൊടിഞ്ഞ് നാശനഷ്ടം കൂടും. 200 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് ട്രാക്ടർ ഇറക്കാൻ 500 മീറ്റർ മാത്രമാണ് വഴിയുള്ളത്. കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് 100 മേനി വിളവാണ് ചിറ്റിലപ്പാടത്തുള്ളത്. പക്ഷേ കർഷകർക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ കൃത്യസമയത്ത് കൊയ്ത്ത് നടക്കണമെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദഗ്ധ സംഘം സുരക്ഷാ പരിശോധന നടത്തി. സെപ്റ്റംബറിൽ വിമാനത്താവളം പ്രവർത്തന സജ്ജമാവാനിരിക്കെയാണ് പരിശോധന. സെപ്റ്റംബറിൽ സർവീസ് ആരംഭിക്കാനിരിക്കെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ, കസ്റ്റംസ്, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത്. ഏപ്രൺ മേഖലകളും ടെർമിനൽ, റൺവേ, കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. കിയാൽ MD തുളസീദാസുമായി സംഘം ചർച്ച നടത്തി. അതുകൊണ്ട് 4000 മീറ്ററിലേക്കുള്ള റൺവേയും കൂടെ ആയി കഴിയുമ്പോൾ ഈ എയർപോർട്ട് ഇന്ത്യയിലെ വലിയ എയർപോർട്ടുകളിൽ 3-4 എയർപോർട്ടുകളിൽ ഒന്നായിട്ട് മാറും. ഇതെല്ലാം തീർത്തെടുത്ത് സെപ്റ്റംബറിൽ എയർപോർട്ട് കമ്മീഷൻ ചെയ്ത് തുടങ്ങണം, ഫ്ലൈറ്റ്സ് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. BCAS റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് ശർമ്മ, ഇന്റലിജൻസ് ബ്യൂറോ റീജിയണൽ ഇൻസ്പെക്ടർ N രാജ്, കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ MK വിജയകുമാർ, CISF സീനിയർ കമാൻഡന്റ് M ശശികാന്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അന്യം നിന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന കാസർകോട്ടെ ഗോത്ര കലാരൂപമായ മംഗലം കളി വീണ്ടും സജീവമാകുന്നു. 60ഓളം പേർ അണിനിരുന്ന മംഗലം കളിക്ക് കാഞ്ഞങ്ങാട്ടെ രാവണേശ്വരം ഗ്രാമം കഴിഞ്ഞ ദിവസം സാക്ഷിയായി. ആദിവാസി വിഭാഗമായ മാവിലരുടെ കലാരൂപമാണ് മംഗലം കളി. കാഞ്ഞങ്ങാട്ടെ രാവണേശ്വരം അഴീക്കോടൻ ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഗോത്രകലാരൂപമായ മംഗലം കളി വീണ്ടും വേദിയിലെത്തിയത്. പരിശീലനം നേടിയ 60ഓളം പേർ ഒരുമിച്ച് അരങ്ങിലെത്തി. മലയാളം കലർന്ന തുളുവിലുള്ള ആദിവാസി പാട്ടിന്റെയും തുടിയുടെയും താളത്തിനൊത്ത് വിശാലമായ തറയിൽ സ്ത്രീകൾ ചൂടുവെച്ചു. ജന്മിവാഴ്ചയുടെ കാലത്ത് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊപ്പം ജന്മിയെ പുകഴ്ത്തുന്ന ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാട്ടുകൾ. പ്രകൃതിയോടും പക്ഷികളോടും സംവദിക്കുന്ന രൂപത്തിലാണ് ഈ പാട്ടുകൾ അവതരിപ്പിച്ചത്. ഗോത്രവിഭാഗമായ മാവിലരാണ് മംഗലം കളി പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്. മംഗളവേളകളിലാണ് ഈ കലാരൂപം പൊതുവെ അവതരിപ്പിക്കാറുള്ളത്. സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമായും മംഗലം കളി ഉൾപ്പെടുത്തിയതിനാൽ അന്യം നിന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ഈ ഗോത്രകലാരൂപം ഇപ്പോൾ പരിഗണനയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.